ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ പോലെ തന്നെ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന പറ്റാതിരുന്ന ചില നേരം പോക്ക് വാക്കുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാലും ചില പ്രയോഗങ്ങളുണ്ട്. അയ്യോ, ആഹാ, ആ, ഇങ്ങനെ കുറേ എക്സ്പ്രഷൻസ് കാണിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഇതൊക്കെ ഇതേപോലെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കും? കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് മലയാളത്തിലാക്കാൻ പറ്റില്ലല്ലോ. അതും അതിന് ഈക്വലായിട്ടുള്ള ഇംഗ്ലീഷിലൂടെ നമ്മൾ പറയണം, പ്രകടിപ്പിക്കണം. എങ്കിലാണ് നമുക്ക് കംപ്ലീറ്റ് ഇംഗ്ലീഷിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷിലങ്ങ് സംസാരിക്കും. ബട്ട് ഇഫ് യു എക്സ്പീരിയൻസ് എ സഡൻ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്, അതൊരു പോസിറ്റീവോ നെഗറ്റീവോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസോ ഒരു സഡൻ ഫീലിംഗോ ഉണ്ടായി കഴിഞ്ഞാൽ we will naturally come back to our mother tongue. As a matter of fact, this is what happens to many people who do not experience all the nuances of English language. അതുകൊണ്ട് സംഭാഷണം എന്ന ഈ യുദ്ധരംഗത്ത് അത്തരം ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില എക്സ്ക്ലമേഷൻസും ഇൻ്റർജങ്ഷൻസും നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ എപ്പോൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ധാരാളം പറയുന്നൊരു വാക്കാണ് അയ്യോ എന്നുള്ളത്. ക്ലാസ്സിലേക്ക് പറയുന്ന സമയത്ത് എന്ത് നോട്ട് പുസ്തകം എടുത്തില്ല, അയ്യോ പുസ്തകം എടുത്തില്ല, കാരണം അത് പറയുമ്പോഴേക്കും ഒരു അയ്യോ ചാടി വരും. അപ്പോൾ ഈ അയ്യോ എങ്ങനെ പുറത്തേക്ക് എടുക്കാം? അത് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ പുറത്തെടുത്തൊരു കാര്യമില്ല. അവിടെ കറക്റ്റ് ഇംഗ്ലീഷിൽ പറയാം ഉപ്സ് എന്നാണ്. അപ്പോൾ അയ്യോ എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഉപ്സ് എന്ന് പറയാം. എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഉപ്സ് ഐ എം സോറി ഐ മേഡ് യു മിസ് യുവർ ബസ്. ഇപ്പം നമ്മൾ കാരണം ആരെങ്കിലും ബസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറയാം ഉപ്സ് ഐ എം സോറി. പിന്നെ പറയാം, നമ്മൾ മൊബൈലിലൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പർ സേവ് ചെയ്യുന്നതിന് പകരം ഡിലീറ്റ് പ്രസ് ചെയ്തു, ഉപ്സ് ഐ ഡിലീറ്റഡ് മൈ മെസ്സേജ് ബൈ മിസ്റ്റേക്ക്. ബട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് എപ്പോഴും പറയുന്ന ഒരു അയ്യോ ഉണ്ട്. അതിന് ഈ പറഞ്ഞിട്ടുള്ള ഒരു കൊണോട്ടേഷൻ അല്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞൊരു അയ്യോ ആണ്. ഇപ്പോൾ എന്തെങ്കിലും പാനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ പാനി എടുത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓപ്സ് എന്ന് പറയേണ്ടതൊരു ശരിയാവില്ല. അതെന്തെങ്കിലും കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു അബദ്ധം പറ്റിയ പോലെ പറയുമ്പോഴാണ് ഓപ്സ് ഐ മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇത് അയ്യോ പാനി എടുത്തില്ല കേട്ടോ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സിമ്പിൾ ഒഴുക്കനായിട്ടുള്ളൊരു അയ്യോ ആണ്. ഈ അയ്യോയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഓ ഐ എം സോറി അല്ലെങ്കിൽ ഓ നോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ശബ്ദം കൊടുത്താൽ മതി. ഓ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഓ നോ ഐ ഡോണ്ട് വാണ്ട് ദിസ്, താങ്ക്സ്. ചില സമയത്ത് നമുക്ക് ഒരല്പം അമർഷം, നീരസം, ദേഷ്യം ഇതൊക്കെ അതിൽ നമ്മൾ ആ ഇമോഷൻ ഫീൽ ചെയ്യില്ലേ, ഷേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിന് ഇംഗ്ലീഷിൽ എർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഷിറ്റ് അല്ലെങ്കിൽ ഡാം, പലതരത്തിൽ കൂടെ പറയാം. പക്ഷെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അവർ പറയുന്ന ഒന്നോ രണ്ടോ നമ്മൾ പരിചയപ്പെട്ടാൽ മതി. അതെങ്കിലും നമ്മുടെ ലാംഗ്വേജിലൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് വേറെ ലെവലിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഷോ എൻ്റെ മുട്ട് വേദന എടുക്കണു എന്ന് പറയുമെന്ന് പറയാം മൈ നീസ് പ്ലേയിങ് അപ്പ് അഗെയിൻ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ പോകുന്ന സമയത്താണ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, അത് സ്റ്റാർട്ടാവണില്ല. അപ്പോൾ മൈ കാർ ഈസ് പ്ലേയിങ് അപ്പ് അഗെയിൻ, മൈ ബൈക്ക് ഈസ് പ്ലേയിങ് അപ്പ്. അതായത് ഇറ്റ്സ് കോസിങ് ട്രബിൾ എന്നർത്ഥം. അപ്പോൾ പ്ലേ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ട്രബിൾ എന്നർത്ഥം, പ്രശ്നം ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ പറയാണ് ഷോ എല്ലാ ഇമെയിലും ഇന്ന് തന്നെ ആൻസർ ചെയ്യണം, ഡാം ഇറ്റ് ഐ ഹാവ് ടു ആൻസർ ഓൾ മൈ ഇമെയിൽസ് ടുഡേ. അടുത്തത്, നമ്മൾ പല ആൾക്കാരും സംസാരിക്കുന്ന സമയത്ത് അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂ എന്ന് നമ്മൾ ഓടിയിടും. നമ്മുടെ കൂ ഇംഗ്ലീഷുകാർ പറയുമ്പോൾ ഭൂ എന്നായി മാറും. അതായത് വേർഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, ആശയത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് ഈ ആശയം അവരെങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭാഷ തനിമയോട് കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പോയിന്റ് ഒരു മിനിറ്റ് വൈകിയാലും വേണ്ടില്ല, അതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം വാക്കുകൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചിട്ട് വീണ്ടും കമൻസിൽ ആൾക്കാർ കുറേ പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഓ എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ എന്ന് പറയില്ലേ? നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയാണ്, എനിക്ക് നല്ല തലവേദനയുണ്ട്. അതിന് ഇംഗ്ലീഷുകാർ പറയുക ഓ യു നോ ഐ ഹാവ് ഗോട്ട് ബാഡ് ഹെഡേക്ക് എന്നാണ്. അപ്പം നമ്മൾ നല്ല എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞാൽ ബാഡ് എന്നാണ്. ഇത് കേട്ടിട്ട് നല്ലത് എന്നുള്ളതിനെ എങ്ങനെ ബാഡ് ആവണേ, നല്ലതിനെ ഗുഡ് എന്നല്ല പറയേണ്ടത് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഹാർട്ട്. അത് അവരങ്ങനെ പറയാമെന്ന് മനസ്സിലാക്കി അതിനെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ആ ഭാഷ അവർ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല.
വൺ മോർ എക്സാമ്പിൾ. ആ പോയിന്റ് ജസ്റ്റ് ടു ഡ്രൈവ് ഹോം ദ പോയിന്റ്. ആ പോയിന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇയാളൊരു കട നടത്തുന്നുണ്ട് ടൗണിൽ. എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹീസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ മതിയോ? നടത്തുക എന്ന് പറഞ്ഞാൽ വാക്കിംഗ് പറയാൻ പറ്റില്ല. അയാൾ പട്ടീനെ നടത്തുക എന്ന് പറയുമ്പോൾ ഹീസ് വാക്കിംഗ് ഹിസ് ഡോഗ് എന്ന് പറയും. ആ നടത്തത്തിന് നടത്തുക വാക്കിംഗ് എന്ന് പറയും. കട നടത്തുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹീസ് റണ്ണിങ് എ ഷോപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇത്തരം പ്രയോഗങ്ങൾ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഐ മേഡ് മൈസെൽഫ് ക്ലിയർ. ആർ യു വിത്ത് മീ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ക്ലിയർ അല്ലേ? മനസ്സിലായോ എന്ന് ചോദിക്കുന്ന രീതിയിൽ പിടികിട്ടില്ലേ? ഐ ഹോപ്പ് ഐ മേഡ് മൈസെൽഫ് ക്ലിയർ എന്ന് പറയാം. ആർ യു വിത്ത് മീ? ആം ഐ ക്ലിയർ? യു ഗോട്ട് മൈ പോയിന്റ്? ഇങ്ങനെ പലതരത്തിൽ കൂടെ ചോദിക്കാം. ലെറ്റ്സ് കം ബാക്ക് ടു അവർ പോയിന്റ്. അപ്പം നമ്മൾ ഖൂ എന്ന് പറഞ്ഞിട്ട് ഓളിട്ട് ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് ഇംഗ്ലീഷുകാർ ഭൂ എന്ന് പറയുക. ഭൂ എന്ന് പറയുക. ഇപ്പോൾ ഒരാൾ ഓളിട്ട് ഓടിപ്പിച്ചു, ചിലപ്പോൾ ഇങ്ങനെ കൂക്ക് വിളിച്ച് അവനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു. ഹി വാസ് ബൂഡ് ഓഫ് ദ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കൂക്ക് വിളിയുടെ കറക്റ്റ് ഇംഗ്ലീഷ് പിടിയിട്ടില്ലേ? ബൂയിങ്. ബൂയിങ് വേണമെങ്കിൽ യെല്ലിങ് എന്ന് പറയാം, ഹൗളിങ് എന്ന് പറയാം. ഇങ്ങനെ കുറുക്കന്മാരെ പോലെ ഓളിയിടുന്നത് ഹൗളിങ്, ഇതൊക്കെ പറയാം. ഇതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ഭൗ എന്നുകൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു ഭൗ ശബ്ദം എടുക്കും. ആ ഭൗക്കും കറക്റ്റ് ഈ ഭൂ തന്നെ പറയാം. ഷീ ജംപ്ഡ് ഔട്ട് ഓഫ് ദ കോർണർ ഓഫ് ദ ഹൗസ് ആൻഡ് ഷൗട്ടഡ് ഭൂ. പിന്നെ വേറൊരു രസകരമായ സംഗതി ഉണ്ട്. നമ്മുടെ പിന്നാലെ ആരെങ്കിലും പതുങ്ങി വന്നിട്ട് നമ്മളെ ഭൂ എന്നുകൊണ്ട് പേടിപ്പിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ലിറ്റിൽ ടോമി സ്നക്ക് അപ്പ് ബിഹൈൻഡ് മീ. സ്നക്ക് അപ്പ്, നമ്മൾ സ്നീക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒളിച്ച് രഹസ്യമായിട്ട് പതുക്കെ വരാം. അപ്പോൾ സ്നീക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഒളിച്ച് കിടക്കുക, സ്നീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ പുറത്ത് കിടക്കുക. അപ്പോൾ സ്നീക്ക് ഇൻ ആൻഡ് സ്നീക്ക് ഔട്ട്. സോ ഹി സ്നീക്ക്ഡ് അപ്പ്. സ്നീക്ക്ഡ് അപ്പ് എന്ന് പറയാം, സ്നക്ക് അപ്പ് എന്ന് പറയാം പാസ്റ്റ്. സോ ഹി സ്നക്ക് അപ്പ് ബിഹൈൻഡ് മീ ആൻഡ് ഷൗട്ടഡ് ഭൂ. പലപ്പോഴും നമ്മൾ സംഭാഷണത്തിൽ അറിയാതെ പുറപ്പെടുവിക്കുന്ന മറ്റൊരു ശബ്ദമാണ് എൻ്റെ അമ്മോ എന്ന്, അല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ പറയാറില്ലേ? അത് പറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതിനെ വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മളെല്ലാവർക്കും അറിയാം. നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കാണ് ഓ മൈ ഗാഡ്. ചില സമയത്ത് ഓ മൈ ഗാഷ് എന്നും പറയണ്ട, അതും ഒരു വേരിയേഷനാണ്. ഓ മൈ ഗാഷ്. പിന്നെ അതിൻ്റെ ഒരു നിര സംഗതികളുണ്ട്. മൈ ഗുഡ് ലോഡ്. നമ്മൾ എൻ്റെ അമ്മോ എൻ്റെ പൊന്നെ എന്നൊക്കെ പറയില്ലേ? അതിന് തത്തുല്യമായിട്ടുള്ള പ്രയോഗ നിരകളാണ് മൈ ഗുഡ് ലോഡ്, മൈ ഗുഡ്നെസ്, ഗുഡ് ഹാവൻസ്. ഇങ്ങനെ പല സംഗതികളും നമുക്ക് അതിനെക്കുറിച്ച് പറയും. ബട്ട് when you listen to a native speaker, most often you can hear, instead of this oh my god and oh my gosh, holy moly എന്ന്. എന്താണെന്ന്? holy moly. അതൊരു എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റോ ഷോക്കിങ്ങോ ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാണ്. ഇതന്നെ എൻ്റെ അപ്പോ എൻ്റെ അമ്മയെന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഐ ഗോട്ട് 1 million subscriptions in this channel. Then naturally I would say, holy moly, I got 1 million subs. അത് അസാധ്യമൊന്നുമല്ല. നിങ്ങളൊന്നും മനസ്സ് വിചാരിച്ചാൽ, ഒരല്പം ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് സിമ്പിൾ. അതൊക്കെ പുഷ്പം പോലെ സംഭവിക്കും. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനാണ് ഇംഗ്ലീഷിൽ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ഹോളി മോളി പരിചയപ്പെട്ടില്ലേ? ഇതേപോലെ മറ്റൊരു എക്സ്പ്രഷനാണ് ഹോളി ഷിറ്റ് എന്നുള്ളത്. നമ്മൾ ഷിറ്റ് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു വാക്കാണ്. ഈ ഹോളി ഷിറ്റ് എന്നുള്ളതും അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് കേട്ട് പരിചയമുണ്ട്. ഡസ് ദാറ്റ് റിംഗ് എ ബെൽ? അത് കേൾക്കുമ്പോൾ മറ്റു ചില വാക്കുകൾ വല്ലതും കേട്ടതായിട്ട് ഓർമ്മയിൽ വരുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വല്ലതും ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പ്രയോഗമാണ് ഇംഗ്ലീഷിൽ ഡസ് ദാറ്റ് റിംഗ് എ ബെൽ എന്ന്. അതായത് നമ്മുടെ ചെവിയിൽ ഒരു മണ്ണിടിക്കുന്ന പോലെ എന്തോ ഇത് കേട്ടപ്പോൾ എന്തോ ഓർമ്മ വന്നില്ല, എന്തെങ്കിലും ഓർമ്മ വന്നോ നിങ്ങൾക്ക്? അങ്ങനെ ചോദിക്കുന്ന ഒരു ഉഗ്രൻ പ്രയോഗമാണ് ഡസ് ദാറ്റ് റിംഗ് എ ബെൽ എന്ന്. എന്താ വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? ഹോളി ഷിറ്റ് എന്ന് പറയുന്ന പോലെ യെസ്, യുവർ ഗസ് ഈസ് ഓൺ ദ ഡോട്ട്. ഹോളി ഖൗ പലരും കേട്ടിട്ടുണ്ടാവും, അധികം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹോളി ഖൗ പറയാം. ഒക്കെ ഇതേ തരത്തിലുള്ള കുറേ ഇൻഫോർമൽ സ്റ്റൈലുകളാണ്. പിന്നെ ഇതേപോലെ നമ്മളിപ്പോൾ എൻ്റെ അമ്മോ പറഞ്ഞ പോലെ തന്നെ ഒരു വേരിയേഷനാണ് അമ്പോ എന്ന് പറയും. ചിലപ്പോൾ അമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കും ചില സമയത്ത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാപ്പൻ ടു സീ എ വിയർഡ് ലുക്കിംഗ് സ്റ്റൈൽ ഓർ മേ ബി ഒരു ഫ്രീക്ക് ആയിരിക്കാം, അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയും അമ്പോ എന്തുട്ടാ സ്റ്റൈല് എന്നൊക്കെ പറയും. നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ അങ്ങനെ പറയും, എന്തുട്ടാ സ്റ്റൈല്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക, കോമൺ ആയിട്ട് ആൾക്കാർ പറയുക ജി യു ലുക്ക് ഓസം ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് എന്ന് അർത്ഥമുണ്ട്, അതൊരു സ്റ്റൈലായിട്ട് പറഞ്ഞ വാക്കുക. നിന്നെ ഡ്രസ്സിൽ കാണാം, ഓഫ് എൻ്റെ അമ്പോ എന്താ ഭംഗി എന്ന് പറയില്ല. അപ്പോൾ എൻ്റെ അമ്പോ, എൻ്റെ അമ്മോ, എൻ്റെ അപ്പോ, അങ്ങനെ ഏത് തരത്തിൽ കൂടെ വേണമെങ്കിൽ പറയാം. അപ്പം അതിനൊക്കെ നമ്മൾ പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ആൻഡ് എക്സ്പ്രഷനാണ് ജി എന്ന്. അപ്പോൾ എന്താണ് ഈ ജി എന്ന വാക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും അത് ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ജീസ് എന്ന്.
GEES, ജീസ്, വാട്ട് ആൻ ഓസം ലുക്ക് മാൻ എന്ന് പറയും. ആക്ച്വലി ആ ജീസ് അപ്പോൾ ഏതിൽ നിന്നും വന്നിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് മോസ്റ്റ് ഓഫൺ അതിൻ്റെ പല പ്രയോഗങ്ങളും കടമെടുത്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിൻ ബൈബിളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം it's a Western language. Mostly they follow Christianity. So naturally their resource book is Bible. നമ്മളതിലൊരു പ്രയോഗം വേണമെങ്കിൽ പറയാം, സംശയിക്കുന്ന തോമ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഡൗട്ടിങ് തോമ. എന്തിനേയും എപ്പോഴും സംശയിക്കുന്ന ഒരാൾ ഹീസ് എ ഡൗട്ടിങ് തോമസ് എന്ന് പറയുക. അതായത് സംശയിക്കുന്ന തോമസ് ലീഹയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സംശയിക്കുന്ന ആൾ ഹീസ് എ ഡൗട്ടിങ് തോമ എന്ന് പറയും. അയാൾ ഇപ്പോഴും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്നൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുക ഹീ ഈസ് സ്റ്റിൽ ദ സെയിം ഓൾഡ് ഏഡം എന്ന് പറയാം. പഴയ ആദം തന്നെ, ഓൾഡ് ഏഡം എന്ന് പറയാം. ഇങ്ങനെ പ്രയോഗങ്ങൾ പലതും നമ്മൾ ബൈബിളിൽ നിന്നും അടിച്ചു മാറിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയും ഇത് തന്നെ സംഭവം. അത്ഭുതം പറയുന്ന സമയത്ത് ഓ ജീസസ് എന്ന് പറയും. അപ്പോൾ ആ ജീസസ് എന്നുള്ളത് ഷോർട്ടൻ ചെയ്തിട്ടാണ് ജീസ് എന്നായത്. കാരണം പല ആളുകൾക്കും അങ്ങനെ ആ പേര് കൃത്യമായിട്ടും അങ്ങനെ ഒരു ക്രിസ്ത്യൻ കൊണോട്ടേഷനുള്ള ഒരു പേര് ഉപയോഗിക്കുന്നതിൽ ഇത്തിരി വിമുഖത ഉണ്ടായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ജീസ് എന്ന് പറഞ്ഞത്. അത് ഒന്നുകൂടി ഷോർട്ടായിട്ട് ജി എന്നായി മാറിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുമ്പോൾ എങ്ങനെ പറയും? ജി, വാട്ട് ആൻ ഓസം സ്റ്റൈൽ. ഗോട്ട് ഇറ്റ്? ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞൊരു വാക്കാണ്, ആരെങ്കിലും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഏയ് എന്ന് വിളിക്കില്ലേ, ഏയ്, അതായത് എൻ്റെ പേഴ്സ് മറന്നു വെച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച് തിരിച്ചു കൊടുക്കുന്നത്. ഈ എയ് എന്നുള്ളത് ഇംഗ്ലീഷ് ലൈഫിൽ എങ്ങനെ ഓയ് എന്നായി മാറി. ഇതാണ് പറയാം, ഓയ് യു ഫർഗോട്ട് യുവർ ഫോൺ, ഹി വിൽ കം ബാക്ക് ആൻഡ് ഗെറ്റ് ഇറ്റ്. ഇതേപോലെ ചില ഫാമിലികളിലൊക്കെ അമ്മമാർ പുറത്തേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ വിൻഡോസിലൂടെ ഇങ്ങനെ എത്തിച്ച് നോക്കും ചില സമയത്ത്. അപ്പോൾ പറയും ഓയ് ഡോണ്ട് ലീൻ ഔട്ട്, അതിങ്ങനെ എത്തിച്ച് നോക്കലെന്ന് പറയും. കാരണം പകുതി ബോഡി വിൻഡോയുടെ പുറത്തേക്ക് വേണമെങ്കിൽ കടന്നിട്ടുണ്ടാവും. യുനോ ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക ഡോണ്ട് ലീൻ ഔട്ട് എന്ന് പറയും. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, ഇങ്ങനെ നമ്മൾ നോക്കുക എന്നുള്ളതിനൊക്കെ നമുക്കറിയാം ലുക്ക് പലതരത്തിലൂടെ പറയും. പക്ഷേ ഇങ്ങനെ എത്തിച്ച് നോക്കുക എന്ന് പറയും. എത്തിച്ച് നോക്കുന്നതിനിങ്ങനെ ലീൻ ഔട്ട് എന്ന് പറയുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ ജോലിക്ക് പോണ മമ്മി ജനലിൽ കൂടെ എത്തി നോക്കുന്ന കുട്ടിയെ നോക്കി പറയാണ് ഡോണ്ട് ലീൻ ഔട്ട് ഓഫ് ദ വിൻഡോ, യു ആർ മേക്കിംഗ് മീ നെർവസ്. കാരണം അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ലേ ഇത് വീഴുമെന്ന് പേടിച്ചിട്ട്. ഡോണ്ട് ലീൻ ഔട്ട് ഓഫ് ദ വിൻഡോ, യു ആർ മേക്കിംഗ് മീ നെർവസ്. നമ്മളെന്തെങ്കിലും വേദന എടുക്കുന്ന സമയത്ത് പറയില്ലേ ഔ, അല്ലെങ്കിൽ ഹൗ എന്നൊക്കെ പറയും. ഔ പലതരത്തിലൂടെ പറയും. അതിന് ഇംഗ്ലീഷിൽ ഔച്ച് എന്നാണ്. ഔച്ച്, മൈ നീ ഹേർട്സ്. എൻ്റെ മുട്ട് വേദനിച്ചിട്ട് വയ്യ, മൈ നീ ഹേർട്സ്. അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെ പറഞ്ഞു ഔച്ച് ഒന്ന് പറഞ്ഞ് നോക്കുക. ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് ആ ഫീലിംഗ് അനുഭൂതിക്കില്ലേ പല സമയത്ത്. അപ്പോൾ ആ ഫീലിംഗ് ബ്ലോക്ക്, ഇമോഷണൽ ബ്ലോക്കുകൾ നമുക്ക് കുറേ ഉണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാലാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്പോക്കൺ സെഗ്മെൻറ്റ്സ് ഒന്ന് ആരംഭിച്ചോട്ടെ, ഇതിനുള്ള സൂത്രവിധികളൊക്കെ അതിലൂടെ കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് മാതൃഭാഷ പോലെ അതിനേക്കാളും വേണമെങ്കിൽ ഒരു പണത്തോക്ക് മുന്നിൽ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടുള്ള സകല ടെക്നിക്കും ആ സ്പോക്കൺ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ ജസ്റ്റ് വെയിറ്റ്. അത് അധികം വൈകാതെ സ്റ്റാർട്ട് ചെയ്യും. അത് ഒന്നുപോലും മിസ്സാകാതെ കാണണം. എങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ടെക്നിക്സും അതിലൂടെ കിട്ടും. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിയുമ്പോൾ ഹോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്തൊരു ഹോ എന്ന് പറഞ്ഞ ഒരു ആശ്വാസം കൊള്ളുന്നൊരു സംഭവമുണ്ട്. ചിലപ്പോൾ നെറ്റിക്ക് തുറച്ചിട്ട് പറയും ഹോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു കിട്ടോ എന്ന് പറയും. ചിലപ്പോൾ വല്ല വണ്ടി ഫും എന്നുകൊണ്ട് ഇങ്ങനെ ബ്ലേഡ് കണത്തിൽ നമ്മുടെ തൊട്ട് പോകും. അപ്പോൾ പറയാനുള്ള ഫ്യൂ ഇറ്റ് വാസ് എ ക്ലോസ് ഷേവ്, ഓ ദാറ്റ് വാസ് ക്ലോസ് എന്ന് പറയാം. അതായത് ബ്ലേഡ് കണത്തിൽ അതങ്ങനെ പറയും, മലയാളത്തിൽ അങ്ങനെ തന്നെ പറയും. ബ്ലേഡ് കണത്തിൽ ദാറ്റ് വാസ് എ ക്ലോസ് ഷേവ് എന്ന് പറയാം. ദാറ്റ് വാസ് സോ ക്ലോസ്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞത് എന്താണ്? ഫ്യൂ എന്ന്. ഗോട്ട് ഇറ്റ്? ദെയർ യു ആർ. ഇനി നമ്മൾ ഏറ്റവും അവസാനം ഏറ്റവും അധികം അന്വേഷിക്കുന്ന ഒരു വാക്കാണ് അയ്യേ എന്ന് പറയില്ലേ. നമ്മൾ അയ്യോയിൽ തുടങ്ങി അല്ലേ, ഇനി അയ്യേയിൽ അവസാനിപ്പിക്കാൻ പോകണം. അയ്യേ എന്തൊരു നാറ്റാന്നൊക്കെ പറയില്ലേ. അയ്യേ എന്ന് പറഞ്ഞാൽ ഒരു തരം ആ ഒരു ഷെയിം ഫീൽ ചെയ്യുന്ന സംഗതിയിലാണ്. അയ്യേ എന്ന് പറഞ്ഞത് ചെറിയൊരു ഓൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു എന്ന് പറയും. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, EWW. അതിൻ്റെ ഉച്ചാരണം EU. നമ്മൾ ഈ എഴുതിയിട്ട് ഒരു യു ഇടുക. അപ്പോൾ എന്ത് വായിക്കും? EU. അതൊന്നും നീട്ടി പറഞ്ഞാൽ മതി. EU, what a stinking smell. EU, what a stinking smell. ചില സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ പറയും EU, I stepped into poop, I stepped into dog poop, or I stepped into cat poop. പട്ടിക്കാട്ടത്തിൽ ചവിട്ടി, പൂച്ചക്കാട്ടത്തിൽ ചവിട്ടി എന്നൊക്കെ പറയേണ്ടി വരും. നമ്മുടെ നാടിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ ചവിട്ടേണ്ടി വരും. അപ്പോൾ പറയാൻ വേണ്ടി ഇതൊക്കെ കരുതി വെച്ചോ.
ഇത് ചിലപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ചിലപ്പോൾ പറയേണ്ടി വരില്ല, പക്ഷേ ഇവിടെ പറയേണ്ടി വരും. ഓ ഷിറ്റ്, ഐ സ്റ്റെപ്ഡ് ഇൻ ടു പൂപ്പ്. ലെറ്റ്സ് വൈൻഡ് അപ്പ്. We'll meet again in the next beautiful episode with more beautiful English expressions. Till then, bye bye, take care, good luck.